ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഏതായാലും വീഡിയോ കണ്ടതിന് ശേഷം നമുക്കൊന്ന് സംസാരിക്കാം. താമരശ്ശേരി കോടതിക്ക് മുന്നിൽ കൂട്ടത്തല്ല്. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിന്റെ കൂട്ടുകാരും പെൺകുട്ടിയുടെ ബന്ധുക്കളും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. മുക്കം ചെറുവാടിയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ താമരശ്ശേരി കോടതി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ അനുമതി നൽകി പുറത്തിറങ്ങിയപ്പോഴാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. അനീസ് അലി ചേർക്കുന്ന വാർത്തയിൽ വിശദാംശങ്ങളുമായി. അനീസ്, അതായത് കോടതി വളപ്പിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. എന്തായാലും രണ്ടു കൂട്ടരും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? താമരശ്ശേരി കോടതിക്ക് പുറത്താണ് ഇന്നിപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ, അതായത് കാമുകിയുടെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ കാമുകന്റെ സുഹൃത്തുക്കളും തമ്മിലാണ് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറിയത്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ നീത ഷെറിൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കാണാതായിരുന്നു. അതേ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഈ നീത ഷെറിനെ കാണാതായതിനെ തുടർന്ന് ഇന്ന് നടന്ന ഒരു സംഭവമാണിത്. അതായത് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നു ഒരു കാമുകനോടൊപ്പം. പിന്നീട് അവർ പെൺകുട്ടി മിസ്സിംഗ് ആയതിനു ശേഷം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി കൊടുക്കുന്നു. പോലീസിന് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടിയെ തെരച്ചിൽ നടത്തുന്നതിലാണ് കാമുകനോടൊപ്പം സ്റ്റേഷനിൽ ഹാജരായി കോടതിയിലേക്ക് പോകുന്നത്. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തി എത്തി എന്നുള്ള കാരണം കൊണ്ട് കോടതി ആ കാമുകനോടൊപ്പം പറഞ്ഞു വിടുന്നു. പിന്നീട് പോകുന്ന ഇടയിലാണ് ഈ അനിഷ്ട സംഭവം നടക്കുന്നത്. അതായത് ആ കാമുകൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ സുഹൃത്തുക്കളും ആ പെൺകുട്ടിയുടെ വീട്ടുകാരും തമ്മിലുണ്ടാകുന്ന സംഘട്ടന. സത്യത്തില് ഇതൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് 18-20 വർഷക്കാലത്തോളം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി എല്ലാ കാര്യങ്ങളൊക്കെ സഹിച്ച മാതാപിതാക്കളൊക്കെ ധിക്കരിച്ച് പെൺകുട്ടികൾ പോകുമ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സംഭവം ഇത്രത്തോളം വഷളാക്കിയത് ആ കാമുകൻ എന്ന് അവകാശപ്പെടുന്ന ആ വ്യക്തിയുടെ സുഹൃത്തുക്കളാണെന്നാണ്. കാരണം ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ നിക്കാഹ് നടത്തി നല്ല രീതിയിൽ വിവാഹം കഴിച്ചു തരാമെന്നുള്ള പറഞ്ഞപ്പോൾ അതിനെ എതിർത്തിട്ട് ആ സംഘടനയിലേക്ക് കൊണ്ടുപോയത് കാമുകന്റെ ഈ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇവിടെ തെറ്റുകാരും ആ കാമുകന്റെ സുഹൃത്തുക്കളാണ് ഈ സംഭവത്തെ ഇത്രത്തോളം വഷളാക്കിയത്. ഇതുപോലെയുള്ള ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടായാൽ തന്നെ സംഭവങ്ങൾ എത്രത്തോളം നടക്കുമെന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കിയെടുത്താൽ മതിയല്ലോ. ഇപ്പോൾ ഇരുകൂട്ടർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നതൊക്കെയാണ് വാർത്തയിൽ കൂടി അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അവരുടെ പ്രശ്നം രമ്യമായി തീരട്ടെ. ആ പെൺകുട്ടി അതുപോലെ തന്നെ ആ ചെറുക്കനെയും ഒന്നിച്ച് രണ്ടും ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് നല്ല രീതിയിൽ അവർ നിക്കാഹ് കഴിച്ച് അവർ ജീവിക്കാൻ വേണ്ടി അനുവദിക്കുക. അവർ അവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ. കാരണം വെച്ചാൽ ചിലവർ കണ്ടു പഠിച്ചിട്ടില്ലെങ്കിൽ കൊണ്ടു പഠിക്കണം എന്നുള്ള ചൊല്ലുണ്ട്. ഇങ്ങനെയുള്ള വിവാഹങ്ങളൊന്നും അധിക നാളും നടക്കുന്നു. ഇതുപോലുള്ള എത്ര ഒളിച്ചോട്ടങ്ങളും എത്ര സംഘടനകളൊക്കെ നടന്ന് 1-2 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം പിരിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എത്രയുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ അറിവിലുണ്ടായിരിക്കും, വീട്ടിൽ വലിയ കോലാഹലങ്ങളും വലിയ യുദ്ധകോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ട് ഇതുപോലെ വിവാഹങ്ങളൊക്കെ നടന്നിട്ട് 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമൊക്കെ താമസിച്ച് ആ പുതുമുടികളൊക്കെ മാറുമ്പോഴായിരിക്കും രണ്ടുപേർക്കും മനസ്സിലാക്കുക ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം. പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന എത്ര പെൺകുട്ടികൾ നമ്മൾക്കിടയിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഇത്, അത് ആ പ്രായത്തിന്റെ ഒരു ഇതിൽ മാത്രം നടന്ന ഒരു സംഭവമാണ്. ഇതൊന്നും അങ്ങനെ ശാശ്വതമായിട്ട്, ഇതെല്ലാം അപൂർവമായിട്ട് 1000-1 ശാശ്വതമായിട്ട് പോകും. ബാക്കി 999 ഇത്തരം കേസുകളൊക്കെ 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ അല്ലെങ്കിൽ 2 വർഷത്തിന്റെ ഇടയിലൊക്കെ തമ്മിൽ തല്ലിപ്പിരിയുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഡൈവോഴ്സുകൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ കുടുംബ കോടതിയിലൊക്കെ മുമ്പത്തെക്കാട്ടും കൂടുതൽ ഡിവോഴ്സുകളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെയുള്ള കോലാഹലങ്ങളായിട്ടുള്ള വിവാഹങ്ങളൊക്കെ അതിന് ഐസത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലേക്ക് എടുത്താൽ മതി. ഇതൊക്കെ ഒരു ആവേശത്തിൽ നടക്കുന്ന കാര്യമാണ്. ഏതായാലും അവർക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് അവരെ നല്ല രീതിയിൽ നിക്കാഹ് കഴിച്ച് ദമ്പതിമാരാക്കി അവർ അവരുടേതായ നാട്ടിലേക്ക് വിടുകയാണ് ആ കുടുംബം ചെയ്യേണ്ടത്.